ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി മാമ്പഴ പുളിശ്ശേരിയാണേ. നല്ല പഴുത്ത മാമ്പഴമാണേ. അതെ, ഇതൊക്കെ നല്ല പഴുത്തതാണേ. ഇതേ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി സൈഡിൽ നിന്ന് കിട്ടിയതാണേ മാമ്പഴമല്ല. ഇതിന് വേണ്ടിയിട്ട് അരയ്ക്കാനേ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി, തേങ്ങയും എല്ലാം എടുത്ത് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി എടുത്ത് അരയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ. അരയ്ക്കാൻ പോവാണേ. സ്വിച്ച് ഇട്ടില്ല അരയ്ക്കാനേ, സ്വിച്ച് ഇടാൻ മറന്നു. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ച് നല്ലപോലെ അരച്ചിട്ടുണ്ടേ. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പറഞ്ഞേ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുവാണേ. കഴുകി പൊളിച്ചെടുക്കാൻ പോവാണേ. ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിത് മുഴുവനോടെ ഇടാന്നാ ഓർത്തതേ. പക്ഷേ ഇതാ കാട്ടുമാമ്പഴം ടൈപ്പ് അല്ല. ഞാൻ അതാന്നാ വിചാരിച്ചത്. എൻ്റെ മാങ്ങയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് ഈ ഓടക്കുഴലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ലേലും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുറവായോ എവിടെയോ എന്തോ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചട്ടി കുറച്ച് നേരത്തെ വെച്ചായിരുന്നു. മൺചട്ടിയല്ലേ, ചൂടായി വരാൻ ഇച്ചിരി താമസമുണ്ടല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നല്ലപോലെ ചൂടായി. കുറച്ച് ഉലുവ ഇട്ടെ, കുറച്ച് ഉലുവായിട്ട് ഉലുവ നല്ലപോലെ പൊട്ടി കുറച്ച് കടുകിട്ട് പിന്നെ നമ്മൾ രണ്ടും പൊട്ടി ഇച്ചിരി അരിഞ്ഞ് വെച്ച
സബോള ഇട്ടു. കറിവേപ്പില എടുത്ത് വെച്ചായിരുന്നേ, കറിവേപ്പില ഇടുക. കറിവേപ്പില ആദ്യം ഇടാൻ ഞാൻ മറന്നു. കറിവേപ്പില എടുത്ത് വെച്ചു, പക്ഷെ ഇതിലോട്ട് ഇടാൻ മറന്നു. തീ കെട്ടുപോയി. തീ കത്തിക്കട്ടെ. തീ കത്തുന്നുണ്ടോ? അല്ലാതെ സവോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ഇച്ചിരി കുറച്ച് ഉപ്പ് ചേർത്ത്. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇച്ചിരി ഉപ്പ് കൂടുതലായാലും ആയിട്ട് രണ്ട് ചുവന്ന മുളക് അതുകൊണ്ട് ഇടാതെ. ചുവന്ന മുളക് നടുവെ മുറിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി, പിന്നെ കുറച്ച് മുളക് പൊടി. നല്ലപോലെ വാടി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതും കൂടെ ഇടുവാണേ, ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ. അത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ പഴുത്ത മാങ്ങയും കൂടെ അതിലോട്ട് ചേർക്കുവാണേ. ഇതെല്ലാം കൂടി ഇങ്ങനെ നമ്മളൊന്ന് തട്ടിപ്പൊട്ടി വെച്ച് ഒന്ന് വെന്തുടയണം. മാങ്ങയെല്ലാം ഇപ്പം മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് എന്തെല്ലാം ഉടഞ്ഞോളൂ. ഇപ്പൊ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും. നല്ല മാങ്ങാപ്പഴവും ഈ മുളകും എല്ലാം ഉപ്പും സബോളയും എല്ലാം വഴറ്റി നല്ലപോലെ മിക്സായി ഇത് വെന്തുടഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ടുള്ള അരപ്പങ്ങ് ചേർക്കുക. അരപ്പ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വെളുത്തുള്ളി, ചെറിയ ജീരകം, 2-3 ചുവന്നുള്ളി, തേങ്ങ എല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കുക. ഇത് ഒത്തിരി ശകലം വെള്ളം കൂടെ. അരപ്പിൻ്റെ തന്നെ വെള്ളമാണേ, വേറെ വെള്ളമല്ല.
അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തൈരും കൂടെ മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാവേ, ചെറുതായിട്ടൊന്ന്. ഞാനിപ്പോ വന്നിരിക്കുകയാണ്. ഇപ്പൊ അമ്മ തൈര് ഒഴിക്കുകയാണ് കേട്ടോ. തൈര് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ അടുപ്പിന്റെ അടുത്തിരിക്കുകയാണ്. ഇതാണ് കേട്ടോ തൈര്, നമുക്കൊന്ന് അടിച്ചെടുക്കാം. തൈര് നല്ലപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തൈരും കൂടെ ചേർത്ത്, തൈര് ചേർത്തിട്ട് പിന്നെ തിളയ്ക്കണ്ട, തിളയ്ക്കുന്നതിന് മുമ്പേ ഇറക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ ഇരിക്കും കറി. തൈര് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇഷ്ടികൊന്നും ഇവിടെ കൊണ്ടുപോയി വെക്കല്ലേ. ഇറക്കി വെക്കാവേ. ഉപ്പ് കുറവാണേ, അതൊന്ന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തു. ഉപ്പ് നോക്കട്ടെ. കുഴപ്പമില്ല, ഉപ്പൊക്കെ ഉണ്ട്. ഇനി കുഞ്ഞാറ്റയ്ക്ക് അന്നേരം കൊതിയായേ, കുഞ്ഞാറ്റയ്ക്ക് ഇച്ചിരി ഉപ്പ് നോക്കാൻ കൊടുക്കുക. കുഞ്ഞാറ്റയ്ക്ക് കൊതിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കുഞ്ഞാറ്റയ്ക്ക് മാമ്പഴ പുളിശ്ശേരി കണ്ടപ്പം ചോറുണ്ണണം. ഇപ്പൊ തന്നെ ചോറുണ്ണണം. ഇപ്പൊ കുറച്ച് ചോറ് കൊടുക്കാം കുഞ്ഞാറ്റയ്ക്ക്. ഇച്ചിരി ഉച്ചക്കത്തെ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇച്ചിരി മാമ്പഴ പുളിശ്ശേരിയും കൂടെ കൂട്ടി കുഞ്ഞാറ്റ ചോറ് കഴിക്കാൻ പോണേ. ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. സൂപ്പർ ഗൈസ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഇന്നലെ ഇരുന്ന് വെച്ചൊരു ഇച്ചിരി ചിക്കൻ കറി ഞാൻ ചിക്കനൊക്കെ മാങ്ങാപ്പുളിശ്ശേരിയും കഴിക്കാൻ പോവാണേ. അടാർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സാധനമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി.